പാഠം 447 കാണാതെ പോകുന്ന ശരികൾ. പത്രം വായിച്ചോണ്ടിങ്ങനെ ഇരുന്നാ മതിയോ? ആഫീസിൽ പോണ്ടേ? പത്രം വായിക്കേണ്ട സമയത്ത് പത്രം വായിക്കാനും ആഫീസിൽ പോകേണ്ട സമയത്ത് ആഫീസിൽ പോകാനും എനിക്കറിയാം. നീ പഠിപ്പിക്കണ്ട. ചായ കുടിക്കേണ്ട സമയത്ത് ചായ കുടിക്കാൻ അറിയാമോ? എങ്കിലിത് കുടിച്ചോളൂ. അമ്മ എന്നോട് ചോദിക്കാണ്, ഇതിന് മാത്രം വായിക്കാൻ ഈ പത്രത്തിൽ എന്തിരിക്കുന്നു ഭാമയെന്ന്. ചായ ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത്? എന്ത് മധുരം? അത്രയും കൂടുതലുണ്ടോ? എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞ നീ ഉണ്ടായിക്കൊണ്ടത് ചായല്ലേ? ഇത് എങ്ങനെയാ കുടിക്കേണ്ടത്? നീ എന്നെ ഒന്ന് പറഞ്ഞാ. കുടിക്ക. എങ്ങനെയുണ്ട്? ഒരു അല്പം മധുരം കൂടുതലുണ്ട്. നീ ഇതില് 1 കിലോ പഞ്ചസാര ഇട്ടിട്ടുണ്ടാവും. പഞ്ചസാര കഴിച്ച് ഞാനൊരു രോഗിയാവുമല്ലോ. വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കില്ലേ മോഹനേട്ടാ? ഒരല്പം മധുരം കൂടുതലുണ്ടെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. ഒരു ദിവസം ചായയിലോ ഒരല്പം മധുരം കൂടി നോക്കിയിരിക്കും. ഇത് ഉണ്ടാക്കുന്നതൊക്കെ മനുഷ്യരാ. ഞാനിപ്പോ ഇതെന്ത് ചെയ്യണം? സൗകര്യം ഉണ്ടെങ്കിലും കുടിക്ക്, ഇല്ലേ കള. രണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ നീ പറഞ്ഞിട്ട് പോയൊരു അഹങ്കാരം. രാവിലെ ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുത്ത ഭാര്യയോട് ചായയിൽ ഒരു അല്പം മധുരം കൂടി പോയെന്ന് ഭർത്താവ് പറഞ്ഞപ്പോ ഭാര്യ എന്താണ് പറയേണ്ടത്? ഒരു അബദ്ധം പറ്റി, വേറെ ചായ ഉണ്ടാക്കി തരാം എന്ന്. പക്ഷെ നീ പറഞ്ഞതോ കുടിച്ചാ മതി എന്ന്. ഇതവിടുത്തെ മര്യാദ. ചായ ഒരു ഇത്തിരി മധുരം കൂടുമ്പോ ഭാര്യ കൊല്ലാൻ വരുന്ന ഭർത്താവ് കാണിക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്താ പ്രശ്നം? നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അമ്മേ, ഞാൻ ഇവിടെ കല്യാണം കഴിച്ചിട്ട് വർഷം 5 ആവുന്നു. ഇപ്പോഴും ഒരു നല്ല ചായ ഉണ്ടാക്കി തരാൻ ഇവക്കറിയില്ല. അമ്മ ഒന്ന് കുടിച്ചു നോക്കിയേ. 1 കിലോ പഞ്ചസാര കലക്കി കുറിയിട്ടുണ്ട് ഇതിനകത്ത്. അമ്മ ചുമ്മാതിരിക്കേ. മനുഷ്യര് ചായ ഉണ്ടാക്കുമ്പോ ചിലപ്പോ ഇത്തിരി മധുരം കൂടിയെന്നൊക്കെ ഇരിക്കും. അതങ്ങ് സഹിക്കണം. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയിരുന്ന ചായ കുടിക്കുമ്പോൾ മധുരം കൂടുതലാണെങ്കിൽ കുറ്റം പറയാം. കാരണം അത് കാശ് കൊടുത്ത് വാങ്ങുന്ന ചായയാണ്. ഇതങ്ങനെ അല്ലല്ലോ. അല്ലാതെന്താ? പാലിന്റെ കാശും പഞ്ചസാരയുടെ കാശും ചായപ്പൊടിയുടെ കാശും കൊടുക്കുന്നത് കെ മോഹനേഷൻ. അപ്പൊ എനിക്ക് നല്ല ചായ കിട്ടണം. നാളെ മുതൽ ചായപ്പൊടിയും പഞ്ചസാരയും കൂട്ടി പാലിൽ കുഴച്ച് തന്നെ താനെ അങ്ങ് തിന്നു. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ കൊച്ചു പിള്ളേരെപ്പോലെ വഴക്കുണ്ടാക്കല്ലേ. നാട്ടുകാർ കേക്കില്ലേ? നാണക്കേടാവും. നാട്ടുകാർ കേൾക്കുന്നു കരുതി എത്ര കാലം ക്ഷമിക്കുന്നത്? എല്ലാ ദിവസവും ചായക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം കാണും. എന്റെ ഗതികളോട് സഹിക്കാം. അമ്മ ഇതൊന്നും കണ്ടു പേടിക്കണ്ട. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ വില്ലേജ് ഉറക്കം വരില്ല. ഹലോ, അതെ. എന്താ സഹദേവാ? അത് ശരി, എന്നത്തേക്കാണെന്ന് കളക്ടർ പറഞ്ഞോ? അതെയോ? അതിനെന്താ എന്റെ ഓഫീസെല്ലാം കൃത്യമായി നടക്കുന്നത്? കളക്ടർ എപ്പോ വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. അതെ. എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ സഹദേവ ഒന്ന് വിളിച്ചേക്ക്. 9:48 വരെ ഞാൻ വീട്ടിൽ കാണും. അത് കഴിഞ്ഞ് 10 മുതൽ ഓഫീസിൽ കാണും. ശരി. അമ്മേ, താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന സഹദേവനാ വിളിച്ചത്. ഇന്നോ നാളെയോ കളക്ടർ ഒരു മിന്നൽ സന്ദർശനം നടത്തുന്നുണ്ടെന്ന്. ഓഫീസിലെ കാര്യങ്ങളെ കൃത്യമായില്ലെങ്കിൽ പ്രശ്നമാവും. ഈ കളക്ടർ ഒരു വലിയ ദേഷ്യക്കാരിയാ. നിന്റെ അത്ര ദേഷ്യം കാണുമോ? അയ്യോ, എന്നെ പോലെ നല്ല ഭയങ്കര ദേഷ്യ. പക്ഷേ എന്നെ വലിയ കാര്യ. എന്തുകൊണ്ടാ? ഞാൻ എന്റെ ജോലിയെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. എല്ലാം വേണ്ടതുപോലെ ചെയ്യാൻ എനിക്കറിയാം. ശരി. പക്ഷെ ഭാമയോ, ഇപ്പൊ തന്നെ ചായയിൽ പഞ്ചസാര ഇട്ടത് അമ്മ കണ്ടല്ലോ. ഒരു ചായയിൽ ആവശ്യത്തിന് പഞ്ചസാര പോലും ചേർക്കാറിയാത്ത ഇവളെങ്ങനെയാ കോടതിയിൽ കേസ് വാദിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. എടാ, ചായ ഉണ്ടാക്കുന്നത് മനുഷ്യരല്ലേ. അപ്പൊ ചെറിയൊരു അബദ്ധമൊക്കെ പറ്റും. അതിന് നീ ഇങ്ങനെ ചൂടായാലോ? അമ്മേ, ഭാമ ഉണ്ടാക്കുന്ന ചായ ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായിട്ടുള്ളൂ. അതിനു മുമ്പ് അമ്മ എനിക്ക് എത്രയോ ആയിരം ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നെങ്കിലും അതിന്റെ മധുരം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ ശ്രദ്ധിക്കാൻ എന്റെ അമ്മയ്ക്കറിയാം. ശരി, പക്ഷെ ഒരു ചായയിൽ ഇത്തിരി മധുരം കൂടിയതിന് ഇതിന് മാത്രം വഴക്കുണ്ടാക്കണം? ഇത്ര നിസ്സാര കാര്യത്തിന് ഇതാണ് വഴക്കെങ്കിൽ വലിയ വലിയ കാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യും? അമ്മേ, ഈ തെറ്റ് എന്ന് പറയുമ്പോ ചെറിയ തെറ്റ് വലിയ തെറ്റ് അങ്ങനെയൊന്നുമില്ല.
എല്ലാ തെറ്റും തെറ്റാണ്. ഓ ആര് ചെയ്താലും തെറ്റ് തെറ്റാണ്. എന്റെ ഭാര്യയാണെന്ന് കരുതി ഇത്തരം തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്ന കാര്യം എന്താണമ്മേ? എന്നാൽ ഇത് ഇത്തിരി കടന്നുപോയി. പാവം, അവക്ക് എന്ത് വിഷമം ഉണ്ടായി കാണൂടാ. അല്ല, അമ്മ അവളുടെ പക്ഷത്തെ നിൽക്കൂ. അതുകൊണ്ടാണല്ലോ ഇന്നലെ അവൾക്ക് വേണ്ടി എന്നെ കൊണ്ട് സ്വർണം വാങ്ങിപ്പിച്ചത്. ആ ലോകത്ത് വേറെ ഏതെങ്കിലും അമ്മായിയമ്മ മരുമകളോട് ഇത്രയധികം സ്നേഹത്തിൽ പെരുമാറോ? എന്നിട്ട് അതിന്റെ വിലയും അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരി, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഞാൻ കുറച്ചു ദിവസം അല്ലേ ഇവിടെ ഉള്ളൂ. അതിനിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു വഴക്കം ഉണ്ടാവരുത്. പക്ഷെ ഭാമ എങ്ങനെ പെരുമാറി പിന്നെ എങ്ങനെയാ വഴക്കുണ്ടാക്കാതിരിക്കുന്നത്? ഓ നീ അത് വിടടാ. ഇന്ന് മുതൽ ഞാൻ പോകുന്നത് വരെ നിനക്ക് ചായയും കഴിക്കാനുള്ളതും ഒക്കെ ഉണ്ടാക്കി തരുന്നത് ഞാനാ. നിന്റെ ഷർട്ടും മുണ്ടും അലക്കി തേച്ച് ഞാൻ തരും. തീർന്നില്ലേ പ്രശ്നം? ഹാ, ഇത്രയും നാൾ അവള് ചെയ്തില്ലേടാ, കുറച്ചു ദിവസം ഞാൻ ചെയ്തു തരാം. ഞാൻ ചെയ്യുന്നൊക്കെ അവള് കണ്ടു പഠിക്കട്ടെ. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നവരെ ശരി കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കല്ലേ വേണ്ടത്. പക്ഷേ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇവിടെ ഒരുപാട് ജോലി ഉണ്ടല്ലോ അമ്മേ. ഓ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലടാ. അല്ലെങ്കിൽ തന്നെ നീ അവള് ഓഫീസിൽ പോയാൽ പിന്നെ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കല്ലേ. ഇങ്ങോട്ട് നോക്ക്, ഒക്കെ ഞാൻ ചെയ്തോളാം. നീ വെറുതെ അവളോട് വഴക്കിന് പോകാതിരുന്നാ മതി. വക്കീലേ, ആ വക്കീലിന് പുതിയ കേസ് വന്നിട്ടുണ്ട്. കേസ് നടന്നാ മതി, വീട്ടിലൊരു കാര്യം ചെയ്യണ്ട. ഓ നമസ്കാരം വക്കീലേ. നമ്മുടെ പുഷ്കറിന്റെ കേസ് എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് അവൻ എന്നെ ഭ്രാന്തടിപ്പിക്കുന്നു. അതിനൊരു തീരുമാനം ഉണ്ടായിക്കൊണ്ട് വക്കീലേ. അതിനിപ്പോ ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാനാണ്? കേസിന്റെ അവധിക്കെല്ലാം ചന്ദ്രൻകുട്ടിയുടെ വക്കീല് സമയം നീട്ടി ചോദിക്കും. കോടതി കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ ഉത്തമ? എന്നാലും ഇതിന് തീരുമാനം വേണ്ടേ? വക്കീൽ ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും, പക്ഷെ പുഷ്കറിന് അത് പറഞ്ഞാൽ മനസ്സിലാവൂലല്ലോ. പുഷ്കരൻ എന്താണ് മനസ്സിലാവാത്തത്? ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വക്കീൽ ആഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. അല്ലെങ്കിലും പറഞ്ഞാൽ ഒരക്ഷരം പോലും മനസ്സിലാക്കാത്ത ചിലരുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേറെ വഴി നോക്കേണ്ടി വരും. സാറേ, വക്കീല അവസാനം പറഞ്ഞതേ പുഷ്കറിനെ ഉദ്ദേശിച്ചല്ലോ. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായല്ലേ? എങ്ങനെ ഉണ്ടാവാതിരിക്കും? രാവിലെ അവൾ ഒരു ചായ ഉണ്ടായിക്കൊണ്ട് വന്നു. 1 കിലോ പഞ്ചസാരെങ്കിലും അതിനകത്തിട്ടുണ്ട്. 1 കിലോയാ? എനിക്ക് ദേഷ്യം വന്നിൽ തെറ്റ് പറയാൻ പറ്റുമോ? എന്റെ സാറേ, അമ്മ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ നഴ്സറി പിള്ളേരെ പോലെ വഴക്കൂടുന്നത് കഷ്ടമാണ്. അമ്മ എന്ത് വിചാരിക്കും എന്ന് കരുതാൻ? ഞാൻ പറഞ്ഞത് 100% ന്യായമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അമ്മ പറഞ്ഞെന്താണെന്ന് അറിയാമോ? അമ്മ പോകുന്നത് വരെ അടുക്കളയിലെ സകല ജോലിയും അമ്മ ചെയ്തോളാം എന്ന്. എന്റെ അമ്മയെ പോലെ അമ്മായിയമ്മയെ കിട്ടിയത് അവളുടെ മഹാഭാഗ്യം. എന്റെ അമ്മയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. അല്ല, അതങ്ങനെ തീർത്തു പറയാൻ പറ്റൂല. അമ്മ പോയി കഴിയുമ്പോഴും സാറിന് ചായ കുടിക്കണമല്ലോ. ഇപ്പൊ അമ്മ ഉള്ളത് കൊണ്ട് ഒന്ന് ഒതുങ്ങിയാലും അവസരം കിട്ടുമ്പോ വക്കീല് പ്രതികാരം ചെയ്യും. ഇന്ന് ചായയിൽ പഞ്ചസാര കൂടിയതേ ഉള്ളൂ. അമ്മ പോയി കഴിയുമ്പോഴേ വക്കീല് സാറിന്റെ ചായയിൽ ഉപ്പിട്ട് തരും. പിന്നെ വായ്ക്കൊരു ചേട്ടൻ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ സാറിന് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോവേണ്ടി വരും. ഒന്നുമില്ല, അമ്മ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഭാമയെ നല്ല അനുസരണയും അടക്കവും ഒതുക്കമുള്ള ഒരു ഭാര്യയാക്കി മാറ്റാനുള്ള വിദ്യ കെ മോഹനേഷ് അറിയാം. ഈശ്വരനായിട്ടാ അമ്മ ഇങ്ങോട്ട് വിട്ടത്. ഇനി എന്റെ സമയ. എന്നാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വക്കീലെ കാണാവുന്നല്ലേ? കണ്ടു, കാര്യം പറഞ്ഞു. ഇനി പെട്ട സ്ഥലം വിടാൻ നോക്ക്. ഭാര്യ അനുസരിപ്പിക്കാനുള്ള കഴിവുള്ള ഭർത്താവാണ് മോഹനകൃഷ്ണൻ എന്ന് ഞാൻ തെളിയിച്ചു തരാം. സാറിനെ ദൈവം അനുഗ്രഹിക്കുമായിരിക്കും. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ഒത്തുവരാണല്ലേ എന്നിട്ട് പെണ്ണുങ്ങളെ പക്ഷം പിടിക്കുന്നു. കഷ്ടം. ചായ ഇത് കുടിക്കുമ്പോ നിന്റെ ദേഷ്യമൊക്കെ കുറച്ച് കുറയും. കാര്യം ഉണ്ടായിട്ടല്ലേ അമ്മ ദേഷ്യപ്പെട്ടത്? ചായക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്താടാ, നീ കാര്യം പറ. എന്താ എന്താ കുടിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കേണ്ടത്.
നീ ഉണ്ടാക്കിയ ചായ കൊള്ളില്ല എന്ന് പറഞ്ഞതിന് നീ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി? ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന്? മതിയടാ, നീ അതങ്ങ് വിട്. ഒരു ചായയുടെ പേര് ഉണ്ടാക്കാവുന്ന വഴക്കിനൊക്കെ ഒരു പരിധിയില്ലേ? വേഗം അത് കുടിച്ചിട്ട് വന്നാൽ ഞാൻ ഷർട്ടും മുണ്ടും തേച്ചു തരാം. ഭമേ, എനിക്ക് വേണ്ടി നീ എന്തൊക്കെയോ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നാണല്ലോ നീ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നീ എനിക്ക് ചായ ഉണ്ടാക്കി തരുന്നു, അതൊരു വലിയ സംഭവമാണെന്നാണല്ലോ പറയാറുള്ളത്. ഇപ്പൊ എന്റെ അമ്മ നല്ല ഒന്നാം തരം ചായ ഉണ്ടാക്കി തന്നു. അതിന്റെ പേരിൽ ആളാവാൻ എന്റെ അമ്മ നിന്നോ? ഇല്ല. ഇപ്പതാ എന്റെ ഷർട്ടും മുണ്ടും അമ്മ തേക്കാനും പോകുന്നു. ആ ഒരു കാര്യം ചെയ്യുന്നതിന്റെ പേരിൽ നീ എന്തുമാത്രം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നീ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതൊന്നും ഒരു മഹാകാര്യമല്ലായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നത്. ഇതൊക്കെ ആർക്കും ചെയ്യാം. എന്റെ അമ്മ ഇതിനേക്കാളൊക്കെ നന്നായി ചെയ്യും. ഇനി നീ ഈ പേരിൽ അഹങ്കരിക്കാൻ വരുന്നത് എനിക്കത് കാണണം. അഹങ്കാരി. എന്തായാലും അമ്മ വന്നത് വലിയൊരു അനുഗ്രഹമായി. ചായ ഉണ്ടാക്കുന്നതിന്റെയും ഷർട്ട് തയ്ക്കുന്നതിന്റെയും പേരിൽ അവൾ എന്നെ എന്തുമാത്രം കളിയാക്കണമെന്ന് അറിയാമോ? നിനക്ക് ഇതങ്ങ് തനിയെ ചെയ്ത് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. പഠിക്കാൻ ആഗ്രഹമില്ലമ്മേ, സമയം വേണ്ടേ? ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ തിരക്കാണെന്ന് നമുക്ക് അറിയില്ല. അതിനിടയ്ക്ക് എപ്പോഴാ നേരെ കിട്ടുന്ന അറിയില്ല. വേണോന്ന് വെച്ചാൽ അതൊക്കെ നടക്കൂടാ. നിന്റെ അച്ഛന് ഷർട്ടും കൊണ്ട് ഞാനല്ല തേച്ചു കൊടുക്കുന്നത്, എല്ലാം അച്ഛൻ തന്നെ ചെയ്യുമായിരുന്നു. ഇതെടുത്തു കൊടുത്ത് വേഗം വന്നാ കഴിക്കാനുള്ളത് എടുത്തു തരാം. ഇത് തേച്ചതാണോ? പിന്നെ ഇതിന്റെയൊക്കെ കാര്യമേ ഉള്ളൂ. തുണി അലക്കുന്നതിലല്ല കാര്യം, തേക്കുന്നതില. അതല്ലമ്മേ, ഞാൻ സാധാരണ ഇടുന്ന ഷർട്ടിൽ ഇങ്ങനൊരു മടക്ക് കാണില്ല. ഷർട്ടിലും മുണ്ടിലും ഒരു മടക്ക് വന്നെന്ന് വെച്ച് എന്താ പ്രശ്നം? ഇത്തരം വാശിയൊക്കെ അങ്ങ് കള. ഇങ്ങനെ തേച്ചാ പോരെങ്കിൽ ഇനി നീ തന്നെ അങ്ങ് തേച്ചാ മതി. വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഇത്ര തേക്കേണ്ട കാര്യമുള്ളല്ലേ അമ്മേ? പിന്നെ അല്ലാതെ. ഇനി അമ്മയോട് പറയാനും പറ്റില്ല. ഇതിപ്പോ കയ്യിന്ന് പോയി. ഹലോ, അതെ. സഹദേവ് സാറാണോ? മോഹനേട്ടൻ ഇറങ്ങാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? ശരി, പറയാം. മോഹനേട്ടാ, താലൂക്ക് ഓഫീസിൽ സഹദേവ് സാറാ വിളിച്ചത്. കേട്ടോ എന്താ? എന്ത് പറഞ്ഞു സഹദേവൻ? ഇതെന്താ ഇങ്ങനെ? എന്താ ഷർട്ട് തേച്ചില്ലേ? അല്ല, അമ്മ പറഞ്ഞായിരുന്നല്ലോ അമ്മ തേച്ചോളാന്ന്. അതിപ്പോ നീ എന്തിനാ വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയുന്നേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഷർട്ട് തയ്ച്ചിടും. ഇതിനിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സഹദേവ് സാർ അത്യാവശ്യം തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഇതിന്റെ കരയെല്ലാം മാറിപ്പോയി. സഹദേവ, ഞാനാ മോഹനേഷൻ. എന്താ സംഭവം? ഇന്നോ? അതെയോ? 10 രൂപനോ? ഞാൻ എത്തിക്കോളാം. എന്താ പ്രശ്നം?
ഇന്ന് കളക്ടർ താലൂക്ക് ഓഫീസ് വരുന്നുണ്ട്. 10-30 പാളത്തും വില്ലേജ് ഓഫീസർമാരെല്ലാരും കാണുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനെന്താ, ഇപ്പൊ 9:30 കഴിഞ്ഞതല്ലേ ഉള്ളൂ. വേഗം ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഭാമേ, എന്താ? അല്ല, ഈ ഷർട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തുഴപ്പം? നല്ല അസലായിട്ട് അമ്മ തേച്ചിട്ടുണ്ട്. കളക്ടർക്ക് വരുന്ന യോഗത്തിന് പോകുമ്പോ ഇത് ബെസ്റ്റാ. വേഗം ചെല്ല്, അമ്മ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇല്ല, കഴിക്കാൻ സമയമില്ല. ഇപ്പൊ പോയാലേ സമയത്ത് താലൂക്ക് ഓഫീസ് എത്തൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പൊ ശരി, വൈകിട്ട് കാണാം. ഈശ്വര, ഈ വേഷത്തിൽ കളക്ടർ മുന്നിൽ ചെന്ന എന്താ ചെയ്യുക? സാരമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. അമ്മയോട് പറഞ്ഞെങ്കിൽ ഒന്ന് നന്നായിട്ട് തേച്ചാണ്. അവിടെ നിന്നേ. ഈ ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ടാണ് നീ കളക്ടറെ കാണാൻ പോകുന്നത്? അല്ലാതെ ഇപ്പോ ഇതിനെന്താ കുഴപ്പം? അമ്മ ധൃതിയിൽ തേച്ചുകൊണ്ട് ഇതിന് കുറച്ച് ചുളുക്കുണ്ട്, അത് സാരമില്ല. എന്ന് നീ ഇങ്ങനെ തേച്ച ഷർട്ട് ഇട്ടുകൊണ്ടാണ് പോകാറുള്ളത്? അത് ചോദിച്ചതിന് സമാധാനം പറയടാ. നിന്റെ ഷർട്ടും മുണ്ടും തേക്കുന്ന അവളാണല്ലോ. അവൾ ഇങ്ങനെയാണ് തേക്കുന്നത്? അല്ല. പിന്നെന്താടാ ഞാൻ ഷർട്ട് തേച്ച് തന്നപ്പോ നീ അത് പറയാതിരുന്നത്? അതായത് അമ്മ എന്ത് ചെയ്താലും അത് നല്ലതാ. അമ്മയോട് വഴക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവൾ എന്ത് ചെയ്താലും അതിന്റെ ദോഷം നീ കണ്ടുപിടിക്കും. കാരണം അവൾ ഭാര്യയാ, അവളുടെ മെക്കിട്ട് കയറാവല്ലോ. അപ്പോ ശരിക്കുള്ള പ്രശ്നം അതല്ലമ്മേ. ചായയിലും മധുരം കൂടി പോയെന്ന് ഞാൻ പറഞ്ഞപ്പോ അവളെന്നോട് വഴക്കിനൊന്നില്ലേ? ചായയും മധുരം കൂടി പോയതിരിക്കട്ടെ, അത് അത്ര വലിയ തെറ്റാണോ? നീ ഉണ്ടാക്കി ബഹളം ഞാൻ കേട്ടു. അവൾ ഒരാളെ കൊന്നിട്ട് വന്നാ പോലും ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? ആ ചായ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. നീ വഴക്കുണ്ടാക്കിയപ്പോ എന്നെ രക്ഷിക്കാനാ അവള് കുറ്റമേറ്റത്. അതായത് നീ വേറൊരു ചായ കുടിച്ചല്ലോ, അത് ബഹുവിശേഷമാണെന്നും അങ്ങനെ ചായ ഉണ്ടാക്കാൻ പഠിക്കണമെന്നും നീ അവളോട് പറഞ്ഞു. അതെ, അവളുണ്ടാക്കിയ ചായയായിരുന്നു. എനിക്കിങ്ങനെയൊന്നുമല്ല, നല്ല ഒന്നാം തരമായിട്ട് ഷർട്ടും മുണ്ടും തേക്കാൻ അറിയാം. പക്ഷെ ഇങ്ങനെ തേച്ചത് മനഃപൂർവ്വ. നീ എന്ത് പറയുമെന്നറിയാം. ഞാൻ ചെയ്തതുകൊണ്ട് നിനക്കൊരു പരാതിയില്ല. എന്ന് ഷർട്ടും മുണ്ടും അലക്കി തേച്ച് വെടിപ്പാക്കി തരുന്ന അവക്ക് ഒരു ദിവസം ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ നീ വഴക്കുണ്ടാക്കും. അതേ നീ ഒരു പ്രയാസവും ഇല്ലാതെ ഈ മുണ്ട് ഷർട്ട് വിട്ട് ഓഫീസിൽ പോവുകയും ചെയ്യും. കാരണം എന്നെ വഴക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. മോഹനകൃഷ്ണ, നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഒരു കുറ്റവും കുറവും ഇല്ലാതെ യോഗ്യനായി നിന്നെ കൊണ്ട് നടക്കുന്ന ആ പാവ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാവോ? അവളോടൊരു നല്ല വാക്ക് പറയാൻ നിനക്കറിയില്ല. ചെറിയ തെറ്റുകൾക്ക് പോലും നീ വഴക്കുണ്ടാക്കുകയും ചെയ്യും. എടാ, നല്ലത് കാണുമ്പോ അഭിനന്ദിക്കാത്തവർക്ക് തെറ്റ് കാണുമ്പോ കുറ്റം പറയാൻ അർഹതയില്ല. ഷർട്ടും മുണ്ടും തനിയെ തേക്കാൻ പഠിക്കാത്ത എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോ നീ പറഞ്ഞു നിനക്ക് സമയമില്ലെന്ന്. അപ്പൊ അവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വീട്ടിലെ സകല കാര്യങ്ങളും നോക്കിയിട്ട് അവക്ക് ഓഫീസിൽ പോണ്ടേ? എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവളുള്ളത് കൊണ്ട് നീ വല്ലാതെ വഷളായിപ്പോയി. ഇനി ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് പോലും ആവശ്യമില്ലാതെ അവളോട് വഴക്കുണ്ടാക്കിയാ ദാ ഇങ്ങോട്ട് നോക്ക്. ആമയെ പോലല്ല ഞാൻ, ചികിടത്തൊന്ന് തരും. ചെല്ലേ, അവളവിടെ നോക്കി നിപ്പുണ്ട്. സോറി പറഞ്ഞിട്ട് നീ കളക്ടറെ കാണാൻ പോയാ മതി. ചെല്ലടാ. വില്ലേജ് ഓഫീസർ പോയില്ലേ? 10:30 താലൂക്ക് ഓഫീസ് ചെല്ലണം. കളക്ടർ നോക്കിയിരിക്കുമായിരിക്കുവേ. അല്ലേ, ഈ ഷർട്ടും മുണ്ടും ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്ന എങ്ങനെ? അമ്മ തയ്ച്ചു തന്നതല്ലേ? അതുകൊണ്ടല്ല, നീ തേക്കുന്ന നല്ലതെന്ന് അമ്മ പറഞ്ഞു. അതും അമ്മ പറഞ്ഞപ്പോഴേ മനസ്സിലായുള്ളൂ. പിന്നെ ആദ്യം ചായ ഉണ്ടാക്കിയത് അമ്മയാണെന്നും എനിക്കറിയില്ലായിരുന്നു.
നീ അല്ലെന്ന് പറഞ്ഞൂടായിരുന്നോ? ആള് മോഹനേട്ടനല്ലേ? ചായ ഉണ്ടാക്കിയത് അമ്മയാണെന്ന് പറഞ്ഞാൽ അമ്മയോട് വഴക്കുണ്ടാക്കിയല്ലോ. അമ്മയുടെ ഞാൻ വഴക്കുണ്ടാക്കില്ല. എങ്ങനെ വിശ്വസിക്കും? രണ്ടാമത്തെ ചായ നീയാണ് ഉണ്ടാക്കിയതെന്നും അമ്മ പറഞ്ഞു. നല്ല ചായ ആയിരുന്നു. ഉണ്ടാക്കിയത് അമ്മയാണെന്ന് കരുതിയത് കൊണ്ട് ചായ നല്ലതാണെന്ന് പറഞ്ഞു. അത് ഞാനാ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് പറയുമായിരുന്നു? നല്ലതാണെന്ന് പറയുമായിരുന്നു. അമ്മ തന്നെയാ എനിക്ക് ഈ വിദ്യ പറഞ്ഞു തന്നത്. എന്നും ഞാൻ നല്ല അസലായ ഷർട്ടും മുണ്ടും തേച്ച് തരുമ്പോഴല്ലേ മോഹനേട്ടൻ എന്നെ വിലയില്ലാത്തത്. ഒരു ദിവസം അതുകൊണ്ട് അമ്മ തേക്കാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ശരിക്കും ഷർട്ടും മുണ്ടും തേക്കാനൊക്കെ അറിയാം. മോഹനേട്ടൻ എന്ത് പറയുന്ന അറിയാനാണ് ഇങ്ങനെ തേച്ചത്. മോഹനേട്ടൻ എന്നെ തോപ്പിക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അമ്മ ഇങ്ങനെ തേച്ചു തന്നിട്ടും അത് നന്നായി എന്ന് പറഞ്ഞു. സോറി. സോറി പറയാനൊന്നും നിൽക്കണ്ട. മോഹനേട്ടന് അറിഞ്ഞുകൊണ്ട് ഞാൻ മോശം ചായ ഉണ്ടാക്കി തരില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മള് ശത്രുക്കളൊന്നും അല്ലല്ലോ. നല്ല അസലായി തേച്ച് ഷർട്ടുമുണ്ടോ. ഇത് മാറി ഇതെടുത്ത് പെട്ടെന്ന് ആഫീസ് പോവാൻ നോക്ക്. കളക്ടർ നോക്കിയിരിക്കും. അയ്യോ, മോഹനേട്ടൻ നന്ദി എന്നോട് പറയാം. ഞാൻ നന്ദി പറയുന്നത് ആർക്കാ? അമ്മയ്ക്ക്. ഈ ബുദ്ധി എനിക്ക് പറഞ്ഞു തന്നതിന്. പെട്ടെന്നിട്ടു. കല്യാണം കഴിഞ്ഞ് വർഷം എത്രയായാലും സ്വന്തം ഭാര്യയെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാർ ധാരാളമുണ്ട്. നിസാര തെറ്റുകൾക്ക് ഭാര്യയെ കുറ്റം പറയുന്ന ഭർത്താക്കന്മാർ ഭാര്യമാർ ചെയ്ത വലിയ ശരികളുടെ നേരെ കണ്ണടച്ചു കളയും. മോഹനകൃഷ്ണന്റെ കണ്ണു തുറപ്പിക്കാൻ ശ്രമിച്ചത് സ്വന്തം അമ്മയായതുകൊണ്ട് കാര്യങ്ങൾ വില്ലേജ് ഓഫീസർക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.